ഞങ്ങളെല്ലാവരും ഈ നാടിൻ്റെ മക്കളെന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുകൊണ്ട് ക്ഷേത്ര ഉത്സവവും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെ നോമ്പുതുറയും നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ക്ഷേത്രോത്സവത്തിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് നോമ്പുതുറയൊരുക്കി എല്ലാ അർത്ഥത്തിലും ഉത്സവം ഗംഭീരമാക്കിയിരിക്കുകയാണ് പാണ്ടിക്കാട്ടെ ജനകീയ പൂര കമ്മിറ്റി. മതത്തിന്റെ വേലിക്കെട്ടുകളോ അതിരുകളോ ഇല്ലാത്ത സൗഹൃദത്തിന്റെ ഒരു പൊൻതൂവൽ കൂടി നെറുകയിൽ ചാർത്തിയിരിക്കുകയാണ് മലപ്പുറം. തട്ടമോ പൊട്ടോ കൊന്തയോ എന്നൊന്നും നോക്കാതെ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മാതൃക തന്നെയാണ് ഈ നാട്ടിൽ എന്നും ഉണ്ടാവുക. താലപ്പൊലി മഹോത്സവവും റംസാനും ഒരുമിച്ച് വന്നതോടെയാണ് പാണ്ടിക്കാട്ടെ ചെമ്പ്രശ്ശേരി ഈസ്റ്റ് പുളവെട്ടിക്കാവൽ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ജനകീയ പൂര കമ്മിറ്റി സമൂഹ നോമ്പുതുറ ഒരുക്കിയത്. 130 വർഷത്തിലധികം പഴക്കമുണ്ട് ക്ഷേത്രത്തിന്. 3 ദിവസങ്ങളിലായാണ് ജനകീയ ഉത്സവം നടന്നത്. മീനമാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയാണ് എല്ലാ വർഷവും ഉത്സവം നടക്കാറുള്ളത്. എന്നാൽ ഇതാദ്യമായാണ് താലപ്പൊലി മഹോത്സവവും റംസാനും ഒരുമിച്ച് വരുന്നത്. ഇതോടെയാണ് ഇസ്ലാം മതവിശ്വാസികളെ കൂടി ആഘോഷത്തിന്റെ ഭാഗമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ജനകീയ കമ്മിറ്റി നോമ്പുതുറ സംഘടിപ്പിച്ചത്. 130 വർഷം പഴക്കമുള്ള പുളിവെട്ടിക്കാവിൽ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത്. സാധാരണഗതിയിൽ നോമ്പിൻ്റെ സമയത്ത് ഈ ഉത്സവം വരാറില്ല. നാളെ നോക്കിയിട്ടാണ്, അതായത് മീനമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. പക്ഷേ ഇത്തവണ നോമ്പും ഉത്സവവും ഒരുമിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് വേണ്ട രീതിയിൽ ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അവരെ കൂടി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഈ നാടിൻ്റെ മക്കളെന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുകൊണ്ട് ക്ഷേത്ര ഉത്സവവും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെ നോമ്പുതുറയും നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിനുവേണ്ടി മുൻകൈയെടുത്തിട്ടുള്ളത് ഈ പൂരാഘോഷ ജനകീയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത്, ട്രഷറർ നമ്മുടെ പ്രേംജിത്ത്, സെക്രട്ടറി മാനു തുടങ്ങിയ ആളുകളാണ്. ഈ നാടിൻ്റെ ഒരു ആവശ്യം, ഒരു ദേശീയ ഉത്സവം എന്ന രീതിയിൽ കഴിഞ്ഞ 130 വർഷമായി നടത്തി വരുന്ന ഈ ഉത്സവം, അത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ദേശീയ ഉത്സവമായി, നാടിൻ്റെ ഉത്സവമായി മാറിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷ സുദിനത്തിലാണ് ഞങ്ങളെല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ക്ഷേത്രാങ്കണത്തിൽ തന്നെ നോമ്പുതുറയും ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ പന്തലിലാണ് സമൂഹ നോമ്പുതുറ ഒരുക്കിയത്. 500-ലധികം പേർ നോമ്പുതുറയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു. ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ്. ധാര, ഉഴിച്ചിൽ, ആവിക്കുളി, ഞവരക്കിഴി, ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ്. എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ ക്രാഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ്. അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം, അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യ വ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു. കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും ആരോഗ്യസ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ച് മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു. ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ്, വളാഞ്ചേരി, പട്ടാമ്പി റോഡ്, വലിയകുന്ന്. ഫോൺ 9447 0555575.